നടി സംഗീത ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി സംഗീത, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ആ ചിത്രത്തിലെ വിജയൻ മാഷിനെ കുറിച്ചാണ്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ നടക്കുന്ന വിജയൻ മാഷ്, അതൊക്കെ നമ്മൾ എപ്പോഴും അത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്. ആ, താങ്കൾ ഈ ഒരുമിച്ച് പ്രവർത്തിച്ച ആ ഒരു കാലഘട്ടം അതൊക്കെയായിരിക്കും ഇപ്പോൾ ഓർമ്മയിൽ ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? ശ്രീനി സാറുടെ മെമ്മറീസ് എപ്പോഴും എൻ്റെ ലൈഫിലുണ്ടാവും. പിന്നെ അവരുടെ ഫാമിലിക്ക് എൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവർ നല്ല ദേ ഹാവ് ടു ബി വെരി സ്ട്രോങ്. പിന്നെ ശ്രീനി സാറുടെ കൂടെ ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ് ആണ്. ഇത് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നഗരവാർദ്ധി നടുവിൽ ഞാൻ ചെയ്യുമ്പോഴാണ് ശ്രീനി സാറുടെ കൂടെ കുറച്ചൊക്കെ എനിക്ക് പേഴ്സണൽ ആയിട്ട് എൻ്റെ ഫാമിലിയെ കുറിച്ചും സാർ സിനിമയെ കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഭയങ്കര ഒരു ഫാമിലി ഫീൽ വന്നത്. സാറുടെ കൂടെ ആ പടം ചെയ്യുമ്പോഴും അതിന് മുമ്പും ഉണ്ടായിരുന്ന വലിയ ഡിഫറൻസ് ഉണ്ട്. ശ്യാമള ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും അതിന്റെ വാല്യൂ അറിയില്ല. പിന്നെ അതിന്റെ റെസ്പോൺസ് കണ്ടിട്ടാണ് ഞാൻ എന്താ പറയാ, ഐ വാസ് ഫ്ലൈയിങ് എന്നൊക്കെ പറയാം. അത്രയും എന്നെ ഒരു എക്സ്ട്രീം പ്രൊഫഷണലി ഒരു പ്ലഷറിൽ കൊണ്ടിരുത്തിയ ഒരു പടമാണ് ശ്യാമള. അപ്പോൾ ഞാൻ എപ്പോഴും ഐ എം ഗ്രേറ്റ്ഫുൾ ടു ശ്രീനി സർ. ഈ അടുത്ത കാലത്ത് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നോ? ഏറ്റവും ഒടുവിലായി എപ്പോഴാണ് സംസാരിച്ചത് സംഗീത? ഞാൻ സാറുടെ വീട്ടിൽ പോയിട്ട് ആനന്ദ് ശ്രീബാല എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ സാറുടെ വീട്ടിൽ പോയിട്ട് കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴും സാർ സംസാരിച്ചു. പിന്നെ ആ ഒരു ഹ്യൂമർ സെൻസ് ഉള്ള ആളല്ലേ. എപ്പോഴും എനിക്ക് സാറുടെ കൂടെ എത്ര നേരം പോയാലും യു വോണ്ട് ഫീൽ ബോർഡ്. അങ്ങനെയായിരുന്നു. പിന്നെ സാറുടെ വൈഫും ഷീ ഈസ് വെരി ലവ്ലി ടുവേർഡ്സ് മീ. സോ അപ്പോ അങ്ങനെയാണ് ഞാൻ പിന്നെ മീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഹൃദയപൂർവ്വം സെറ്റിൽ സാർ ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്തു. സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഐ മെറ്റ് ഹിം. വളരെ നന്ദി സംഗീത പ്രതികരിച്ചതിന്. ചിന്താവിഷ്ടയായ ശ്യാമളയിലെ നായിക കഥാപാത്രമാണ്. ഒപ്പം തന്നെ നഗരവാരിധി നടുവിൽ ഞാൻ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് കൂടുതൽ അടുപ്പം വന്നത് എന്നാണ് അവർ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ സെറ്റിലും ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അതായിരുന്നു അവസാന കൂടിക്കാഴ്ച എന്ന് പറയുകയാണ്.